ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാനിന്ന് വെണ്ടവിത്തുമായിട്ടാണ് കേട്ടോ വന്നുള്ളത്. നല്ല വെണ്ടവിത്ത് നോക്കി വാങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മളെ വീട്ടിലുണ്ടായത് വെണ്ട ഒരുപാടുണ്ടായിരുന്നു. ഓരോ ദിവസം ഇടവിട്ടൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തതാണ്. പിന്നെ മുളക് ഇത് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. മുളകൊക്കെ ഒഴിച്ചിട്ട് ഒരുപാട് നിൽക്കും, പിന്നെ ഒരുപാട് കായ ഉണ്ടാവും ചെയ്യും. അതുകൊണ്ട് മുളകൊക്കെ ഒഴിച്ചിട്ട് നമുക്കിന്ന് സംതൃപ്തിയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ഇന്നത്തെ പണി ഇതായി ചീരയൊക്കെ ഒഴിവാക്കലാണ്. ഫുൾ ചീര ഒഴിവാക്കിയിട്ട് ഇവിടെ വെണ്ടക്കുരു പാകാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ചീരയൊക്കെ പറിച്ച് ഒഴിവാക്കാനായിട്ടുണ്ട്, ഒരുപാട് ആയില്ലേ, നമ്മളിങ്ങനെ വെട്ടി വെട്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ട് ഇവിടെ ചീര ഒഴിവാക്കി താഴെ പറമ്പിലാണ് ഇപ്പോൾ നമ്മൾ ചീര ഉള്ളത്. പുതിയതായിട്ട് ചീര കുഴിച്ചിട്ടതൊക്കെ മുളച്ച് കുറച്ച് വലുതായിട്ടുണ്ട്. ഇനി ഇവിടെ ഫുള്ള് വെണ്ട. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മുളകിൻ്റെ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി ഇവിടെ കുഴിച്ചിടണം, വെണ്ട ഒന്ന് മുളയ്ക്കട്ടെ. പിന്നെ നമ്മൾ മണ്ണിൽ കുഴിച്ചിടുമ്പോൾ വലിയ വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആദ്യം കുഴിച്ചിട്ടുണ്ടായതിൻ്റെ ശേഷമൊക്കെ നമ്മൾ വളം ചേർത്ത് കൊടുത്താൽ മതി. വേനൽക്കാലമൊക്കെ ആകുമ്പോൾ നനച്ചിട്ടില്ലെങ്കിൽ വെറുതെ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ഉണ്ടാവുമൊന്നുമില്ല. അപ്പോൾ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ മണ്ണിൽ കുറച്ച് വളത്തിൻ്റെ ഒരു അംശമുണ്ട്, നമ്മൾ ഇത്രയും കൃഷിയൊക്കെ ഉണ്ടാക്കിയതല്ലേ. അങ്ങനെ ചീര മുഴുവൻ പറിച്ച് നമ്മൾ ഈ വെണ്ട പാകാനുള്ള ഒരു പരിശ്രമത്തിലാണ് കേട്ടോ. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വേണമെന്ന് കെട്ടി കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലേക്കൊക്കെ കുറച്ച് സിമൻറ്റ് കട്ടയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കെട്ടി നല്ല വൃത്തിയാക്കണം. എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചൊരു പണി ബാക്കി വെച്ചതാണ് കേട്ടോ അത്. അങ്ങനെ ഇതൊക്കെ വൃത്തിയാക്കി ഒന്ന് നനച്ചൊക്കെ കൊടുത്ത്, ഞങ്ങൾ നനച്ചില്ല, മഴ നനച്ചതാണ് ഇന്നലെ. മഴ പെയ്തുകൊണ്ട് ഫുള്ളായിട്ട് നനഞ്ഞ് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കുഴിച്ചിടാൻ പറ്റി. അങ്ങനെ വെണ്ടവിത്ത് പാകി കഴിഞ്ഞിട്ടുണ്ട്. അതാ ഇവിടേക്ക് കുറച്ചും കൂടെ മണ്ണൊക്കെ എടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്കും കൂടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ടിൽ നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ട് നല്ലോണം പച്ചക്കറികളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നുണ്ട്. പച്ചക്കറി ഉണ്ടാക്കൽ ഭയങ്കര ഭാരമാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ പച്ചക്കറി ഉണ്ടാക്കുക ഭയങ്കര ഈസിയാണ്. നമ്മൾ കൃഷിയെ സ്നേഹിക്കുക, അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മൾ കുഴിച്ചിടുകയാണെങ്കിൽ അതിനെ സ്നേഹത്തോടെ നമ്മൾ കുഴിച്ചിടുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസിയാണ്. നല്ല ലാഭം കിട്ടുകയും ചെയ്യും കേട്ടോ. എനിക്കെന്തായാലും കൃഷിയിൽ ഇതുവരെ ഒരു നിരാശ കിട്ടിയിട്ടില്ല. വിളവ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ പാവക്ക ഇത് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പാവക്ക ഉണ്ടായിട്ട് വേണമെന്ന് പന്തലാക്കി നിർത്താൻ വേണ്ടിയിട്ട്. നമുക്ക് റൂമിലേക്ക് തണലും കിട്ടും, ഇവിടെയൊക്കെ ഇരിക്കാനും നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈവനിങ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടോ. ബൈ.